ഹായ് എവരി വൺ, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് മഷ്റൂം ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മഷ്റൂം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 300 ഗ്രാം മഷ്റൂം ഉണ്ട്. ഇത് ഒരു വലിയ സവോള അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളക് അരിഞ്ഞത്, ആവശ്യത്തിന് കുരുമുളക് പൊടി, മഞ്ഞൾ പൊടി, കറിവേപ്പില. ഇത്രയാണ് നമുക്ക് മഷ്റൂം ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഈ മഷ്റൂം ഞാനിവിടെ ഒത്തിരി ചെറുതാക്കിയല്ല അരിഞ്ഞിരിക്കുന്നത്, ആവശ്യത്തിന് വലുപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് അരിഞ്ഞിട്ട് ഇത് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് സ്വല്പം നേരം ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് അത് കഴുകി നന്നായിട്ട് വെള്ളം കളഞ്ഞ് എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് വഴണ്ട് വരണം. നമുക്ക് അതിനായി വെയിറ്റ് ചെയ്യാം. ഈ സബോള ഇപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇല്ല, 1/4 ടീസ്പൂൺ അടുത്ത് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. മഷ്റൂം ആയതുകൊണ്ട് നമ്മൾ മഞ്ഞൾ ഇടുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്വല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വഴലട്ടെ. ഇതിലോട്ട് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ മഷ്റൂം ആക്ച്വലി വെന്ത് വരുമ്പോഴത്തേനും ഇതെല്ലാം വളരെ ചെറുതായി പോകും കേട്ടോ. ഇതുപോലെ വലുതായിട്ട് കിടക്കുകയല്ല, ഇത് നന്നായിട്ട് ചുങ്ങിപ്പോവും. ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് ചെറുതായിട്ട് ചുങ്ങിപ്പോവും. അപ്പം നമുക്ക് ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നത്. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതുപോലെ കണ്ടോ, നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്ന കണ്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഈ മഷ്റൂമിനകത്തൊന്ന് വെള്ളം ഇറങ്ങി വരും. നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. ഇത് കണ്ടോ, മഷ്റൂമൊക്കെ ചുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ, ചെറുതായി പോയി നമ്മളായിട്ട് മഷ്റൂമൊക്കെ. 300 ഗ്രാം മഷ്റൂം ഉണ്ടായിരുന്നതാണ്. ഇത് ചുങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കൂടുതൽ വെള്ളം ഇറങ്ങും. വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ. അപ്പം നമുക്ക് ഒന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. വീണ്ടും ചുങ്ങി വരുന്നുണ്ട്. വെള്ളമൊക്കെ പിന്നെയും ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടോ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് വേറെ എരിവിനായിട്ട് വേറെ മുളക് പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഈ 3 പച്ചമുളകിൻ്റെ എരിവേ ഉള്ളൂ. അതാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 2 or 3 പച്ചമുളക് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് എരിവിനനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പെപ്പർ പൗഡറാണ്. ഇതിപ്പോഴല്ല, പക്ഷേ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എരിവിനായിട്ട്. നമ്മൾ പച്ചമുളകും പെപ്പർ പൗഡറിൻ്റെയും എരിവ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതുപോലെ ഇത് അരിഞ്ഞെടുക്കുമ്പം ഞാൻ ഇത്രയും വലുതായിട്ടാണ് അരിഞ്ഞെടുത്തത് എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഇത് ഓൾറെഡി ചുങ്ങി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ചെറുതായിട്ട് അരിയാഞ്ഞത്.
അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വലിപ്പം കുറച്ച് കൂട്ടിയോ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് വേവിക്കാം. മഷ്റൂം ഇപ്പോൾ ശരിക്കും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടാണ് നമ്മൾ ഈ കിടക്കുന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാവേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ഇത് കണ്ടോ, വെള്ളമൊക്കെ പോയി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തീ ഒന്ന് കുറച്ച് വെച്ച് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇതിനകത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ തന്നെ നല്ല ഫ്രൈ പോലെ വന്നോളും. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ എരിവിനനുസരിച്ചാണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് സമയമെടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറിലേക്ക് വന്നു. കളർ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മഷ്റൂം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ എടുത്തത് 300 ഗ്രാം മഷ്റൂമാണ്. മഷ്റൂം ഉണ്ടാക്കിയപ്പോൾ ഇത്ര മാത്രമായിട്ട് ചുരുങ്ങി. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്